ഐഫോൺ മാറ്റാം. അതായത് കുറേ കാലമായിട്ട് ഐഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാം. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് നമ്മൾ ഐഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മുടെ കയ്യിൽ ഗാലക്സി C Fold 7 എന്ന് പറയുന്നൊരു ഫോൺ വന്നത്. ഇത് ഉപയോഗിച്ച് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ പോലെ വെറുതെ ടെസ്റ്റിംഗ് ഡിവൈസ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മാറ്റി ഇതിലോട്ട് ഡെയിലി ഡ്രൈവറായിട്ട് മാറി ഇത് ഉപയോഗിച്ച് നോക്കുകയാണ് ഉണ്ടായത്. സോ ഒരു മാസത്തിന് ശേഷം ഐഫോണിൽ നിന്ന് വേണമെങ്കിലും മാറാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഐഫോണിൽ നിന്ന് മാറിയാൽ എന്തൊക്കെ ഈ ഫോണിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഈ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി പേഴ്സണലാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കി എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും കമൻറ്റ് കൂടി ചെക്ക് ചെയ്യാം. സോ നമുക്കിതിൻ്റെ ഓരോ ഘടകങ്ങളായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ പറയേണ്ടത്, ഘടകങ്ങൾ പരിശോധിക്കാൻ കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയേണ്ടത്, ഒന്നിലധികം ടാബുകൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഈ മൾട്ടി സ്ക്രീൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന സംഭവം ഈ ഐഫോണിലൊന്നും ഇതുവരെ അവർ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര ശോകമാണ് ആ കാര്യം. കാരണം വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്, ഒരുപാട് പേർക്ക് ആവശ്യമുള്ള, ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിലാണെങ്കിൽ അത് നെക്സ്റ്റ് ലെവലാണ്. ടാബിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ, ടാബ് തന്നെ ഏറെക്കുറെ അത് തന്നെ പറയാം. ആ രീതിയിൽ ഇതുപോലെ 1-2 ആപ്പ് അല്ലെങ്കിൽ 3 ആപ്പ് വരെ ഒരേ സമയം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ മുകളിൽ ഒരു പോപ്പപ്പ് വിൻഡോ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ സ്പ്ലിറ്റ് വ്യൂ, ഫ്ലോട്ടിംഗ് വ്യൂ, ഇങ്ങനെ 2 തരത്തിൽ അടിപൊളിയായിട്ട് ഈ വലിയ സ്ക്രീനിൽ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒരു നല്ല സംവിധാനമാണ്. സ്പ്ലിറ്റ് സ്ക്രീനിൽ നമ്മൾ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അപ്പുറത്ത് പറഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത് വളരെ സൗകര്യമായിട്ട് ചെയ്യാം. മറ്റിടത്ത് നമ്മൾ കോപ്പി കൊടുത്ത് മൂവ് ചെയ്തൊക്കെ കൊണ്ടുവരണം, ഇത് ഈസിയാണ്. പിന്നെ ഇതിനകത്ത് ഇത് ഓൾറെഡി വരുന്നത് നമുക്കറിയാം, One UI 8 ഫീച്ചർ റിച്ച് ആയ UI ആണ്. ആൻഡ്രോയിഡ് S16 വരുന്നത്. 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 ഇയറിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓൾറെഡി ഓഫർ ചെയ്യുന്നുണ്ട്. സോ ലോങ് ടൈമിലേക്ക് നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടും ഈ ഒരു ടൈമിൽ AI ഫീച്ചറുകൾ മെയിനായിട്ട് ഒരുപാട് പേര് പറഞ്ഞു വരുന്നുണ്ട്. എല്ലാ കമ്പനികളും AI ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് അവരുടെയൊക്കെ ബാപ്പ് എന്ന് പറയാം. ഐഫോണൊക്കെ ഇപ്പോഴും കമ്മിങ് സൂൺ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് AI ഫീച്ചേഴ്സ്. അതൊരു കോമഡിയാണ്. അതെന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ബട്ട് ഇവർ ആ കാര്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു തലവനായിട്ട് പറയാം. അമ്മാതിരി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. മൾട്ടി മോഡൽ ഗാലക്സി A എന്നാണ് പറയുന്നത്. അതും ഈ ഒരു ഫോൾഡിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും. മെയിനായിട്ട് ജെമിനി ലൈവ് ഇൻ്റഗ്രേഷൻ അതെന്തായാലും ഉണ്ട്. വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നൈസായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ സൗകര്യം നമുക്ക് ജെമിനി ലൈവ് അല്ലെങ്കിൽ ജെമിനി എന്ന് പറയുന്ന ഫീച്ചറിൽ വരും. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന മെഷീൻ എന്താണെന്ന് ജെമിനിയോടൊന്ന് ചോദിക്കാം. ജെമിനി, ഈ കാണുന്ന മെഷീൻ ഇത് എന്താണെന്നൊന്ന് പറയാമോ? ഇതൊരു നീവർ മോട്ടറൈസ്ഡ് ക്യാമറ ഡോളിയാണ്. ഓക്കെ, ഇതിന്റെ വില എത്രയാണ്? ഇന്ത്യയിൽ ഇതിന് ഏകദേശം 13,000 രൂപ മുതൽ 17,000 രൂപ വരെ വില വരും. അപ്പോൾ ഈ കണ്ട രീതിയിൽ നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. സോ അടിപൊളി സെറ്റപ്പാണ്. അത് ഇത്രയും വലിയൊരു സ്ക്രീൻ കൂടി കിട്ടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ സർക്കിൾ ടു സെർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ എല്ലാ ഫോണിലും ഉണ്ടല്ലോ ഇപ്പോൾ. ഈസി ആയിട്ട് നിങ്ങളുടെ സർക്കിൾ ചെയ്ത് സെർച്ച് ചെയ്യുന്ന പരിപാടി. പിന്നെ ഡ്രോയിങ്, നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടായാലും എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനം ആഡ് ചെയ്യണമെങ്കിൽ സ്കെച്ച് ടു ഇമേജ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ ആ സംഭവം വരുന്നത് നമുക്ക് കാണാം. പിന്നെ റൈറ്റിംഗ് അസിസ്റ്റന്റ് മസ്റ്റായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നോട്ടൊക്കെ ആണെങ്കിലും മെസ്സേജൊക്കെ ആണെങ്കിലും അതൊക്കെ ഇത്തരത്തിൽ ഈസി ആയിട്ട് അവിടെ വരുന്നുണ്ട്. റീറൈറ്റിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഇങ്ങനെയുള്ള AI ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാനിത് വലിച്ചു വാരി ആ കാര്യം പറയുന്നില്ല, ഇത്രയും മതി. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ സ്ലിമായ ഒരു ഫോൾഡ്. 4.2 mm സ്ലിമാണ്. 8.9 mm ആണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ തിക്നെസ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഐഫോണിൻ്റെ ഒക്കെയാണ് ഈ ഫോൾഡ് ചെയ്ത് വെച്ചാലുള്ള തിക്നെസ് എന്ന് പറയുന്നത്. വെയിറ്റോ 215 ഗ്രാമേ ഉള്ളൂ. ഇത് 227 ഗ്രാം കണ്ടാണ്. S25 അൾട്രയേക്കാൾ ഇതിനേക്കാൾ ഒക്കെ വെയിറ്റ് കുറഞ്ഞതാണ് ഈ ഫോൾഡ് ഫോൺ. കൺവീനിയൻസ് പേടിച്ച് നിങ്ങൾ ഇത് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. സബോ സെറ്റാണ്. പിന്നെ IP48 വാട്ടർ റെസിസ്റ്റൻസും വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇത്തിരി വെള്ളം തെറിച്ചാലും പെട്ടെന്ന് കയറുന്ന അവസ്ഥയില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറയും ഈ ഫോണിലുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞില്ല കേട്ടോ. ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ചാനലുണ്ട്. സ്പെക്ക് അറിയാൻ വേണ്ടി അത് കണ്ടു നോക്കുക. ഉപയോഗിച്ച് നോക്കിയപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോസും കാര്യങ്ങളും കിട്ടി. ഇതിൽ മെയിൻ ക്യാമറ തന്നെ നമുക്ക് ഫ്ലെക്സ് മോഡിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് വേറൊരാൾ വേണമെന്നില്ല. നമുക്ക് ഇതിങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് തന്നെ മാറി നമ്മുടെ മെയിൻ ക്യാമറ കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ സെൽഫി ആയിട്ട് എടുക്കണമെങ്കിൽ തന്നെ സെൽഫിക്ക് ക്യാമറ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അകത്തും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ മെയിൻ ക്യാമറ കൊണ്ട് തന്നെ സെൽഫി എടുക്കാം. നമ്മൾ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സെൽഫി ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കും. സോ അതും വളരെ സൗകര്യപ്രദമാണ്. 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ നോക്കുക. വീഡിയോ ക്വാളിറ്റി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോസുമാണ് കിട്ടിയത്. വീഡിയോക്ക് ഞാൻ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എന്നാലും കിട്ടിയ വീഡിയോസ് എല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. എന്തായാലും ക്യാമറയും ഈ ഫോണിൽ നന്നായി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞൊരു മാസത്തെ ഉപയോഗത്തിൽ. പിന്നെ ഫോട്ടോസിൻ്റെ ഭാഗത്ത് പതിവ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് AI ഇറേസ്, അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഇറേസ് ചെയ്ത് കളയുന്ന പരിപാടി, ഫോട്ടോ എൻഹാൻസർ, ഫോട്ടോയുടെ ക്വാളിറ്റി കൂട്ടുന്ന പരിപാടി. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ടാപ്പ് കൊടുത്താൽ ഈസി ആയിട്ട് എൻഹാൻസ് ചെയ്യാം. മാജിക് മൂവ്, നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ പൊസിഷൻ ഇങ്ങനെ ഒന്ന് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറ്റി പ്ലേസ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇതിൽ അഡ്വാൻറ്റേജ്, ഫോൾഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും വലിയ സ്ക്രീനിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ട് മാറ്റിയൊക്കെ പ്ലേസ് ചെയ്ത് നൈസായിട്ട് കാണാം. ഒരു ഫോൺ ആകുമ്പോൾ അത്രയും ചെറിയ ഡിസ്പ്ലേ ആണ്, കൺവീനിയൻസ് കുറവാണ്.
ബട്ട് ഇത് പുതിയൊരു അനുഭവമായിരിക്കും എടുക്കുന്നവർക്ക്. നിങ്ങൾ ഐഫോണോ ഇതിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് നോക്കാൻ വേണമെങ്കിൽ. സോ അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പിന്നെ ഓഡിയോ റേസർ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നോയ്സ് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഉപയോഗിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ, ഞാൻ പറഞ്ഞ് ശരിയാണോ എന്ന്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിയാലും വേറെ ഒരു വിഷയമില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അത് മെയിൻ ഡിസ്പ്ലേ 8 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആയാലും പുറമേയുള്ള കവർ ഡിസ്പ്ലേ ആയാലും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. നൈസായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ വിഷയങ്ങളൊന്നും കണ്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഞാനിത് ഫ്ലെക്സ് മോഡിലൊക്കെ വെച്ച് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യം പറയാനുള്ളത്. അതായത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പകുതിയിലെ ഡിസ്പ്ലേ വെച്ച് ഇങ്ങനെ സിനിമ കാണാം. ഇത് എവിടെ വേണമെങ്കിലും വെച്ച് കാണാം. കൈ പിടിച്ചിരുന്ന് കൈ കഴക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ വളച്ച് വെച്ചുകൊണ്ട് ഫ്രണ്ട് ഡിസ്പ്ലേയിലൂടെ ഇങ്ങനെ പുറമേയും കാണാം, വേണമെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അകമേയും കാണാം. രണ്ടായാലും കാണാം. അകമേ കാണുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ താഴെ ടച്ച് കൺട്രോൾ വരും. നമുക്ക് ഈസി ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ട് ഈ മുകളിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മൗസ് പോയിൻ്ററൊക്കെ ആയിട്ട് ഒരു ട്രാക്ക് പാഡ് വരും. അത് ഒരു നല്ല സൗകര്യമായി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ താഴെയുണ്ട് കേട്ടോ. സോ അങ്ങനെ ഫ്ലെക്സ് മോഡിൽ വെച്ച് ഉപയോഗിക്കാന്നുള്ളതും ഈ ഫോൾഡ് ഫോണിൻ്റെ ഒരു ഉപയോഗമായി. പിന്നെ വലിയ സ്ക്രീനിൽ ഇത്തിരി സൂം ചെയ്ത് കാണുകയാണെങ്കിൽ വലിയ സ്ക്രീനിൽ നമുക്ക് ഫുൾ സ്ക്രീനിലും കാണാം. ഫോണാകുമ്പോൾ ആ ഒരു ചെറിയ ടൈപ്പേ കിട്ടുള്ളൂ. സോ അപ്പോൾ അങ്ങനെ ഓവറോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഓഡിയോ ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് പ്രത്യേകിച്ചൊരു ന്യൂനതയൊന്നും കണ്ടില്ല ഡിസ്പ്ലേയുടെ ഭാഗത്ത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ അങ്ങോട്ട് വാചാലനാകുന്നില്ല. പിന്നെ ഇവർ പറയുന്ന ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ എന്നാണ്. വിഷൻ ബൂസ്റ്റർ 2.0 ഒക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഗുണം കൊണ്ടാവാം നല്ല വിഷ്വൽ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ വേറെ ഒരു വിഷയവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം. സ്നാപ്ഡ്രാഗൺ 888 ആണ്. സോ സെറ്റ് പെർഫോമൻസ് ആണ്. വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഹാർഡ്വെയർ ആക്സലറേറ്റഡ് റേ ട്രേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗെയിം അത്യാവശ്യം നന്നായിട്ട് കളിക്കും. നിങ്ങൾക്ക് അത്തരത്തിൽ റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകളൊക്കെ വരുമ്പോൾ നന്നായിട്ട് കളിക്കാൻ പറ്റും. ഞാൻ നമ്മുടെ BGMI ആണ് കളിച്ച് നോക്കിയിട്ടുള്ളത്. അതാണ് എൻ്റെ ഫേവറേറ്റ് ഗെയിം. മറ്റുള്ളതൊന്നും കളിക്കാത്തതുകൊണ്ടാണ് ചിലപ്പോൾ കളിച്ച് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും ഇതൊക്കെ ഇതായി കാണുന്ന പോലെ നൈസായിട്ട് കളിക്കാൻ വേണമെങ്കിൽ LPDDR5X RAM ആണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗത്ത് യാതൊരു ഇഷ്യൂസും ഇല്ല. സാധാരണ യൂസിനായാലും ഓൾറെഡി One UI 8 വളരെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയ UI ആണ്. അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. പെർഫോമൻസ് ലൈറ്റ് പ്രോസസ് ഇരിക്കുന്നുണ്ട്, അവിടെയും പ്രശ്നമില്ല. നൈസായിട്ട് ഉപയോഗിച്ചു. പിന്നെ എന്താണ് ഇതിനകത്ത് തോന്നിയ ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചാൽ പറയാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ബാറ്ററി ലൈഫിൻ്റെ കാര്യം കൂടി പറയണം. പലരുടെയും ഒരു ചിന്ത ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. 4400 mAh ബാറ്ററിയേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൂടുതൽ സമയം ഒരു 60-70% നമ്മൾ കവർ ഡിസ്പ്ലേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു വലിയ ബാറ്ററി ലൈഫിൻ്റെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. നൈസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടും. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ഈ വലിയ സ്ക്രീനിൻ്റെ ആവശ്യം വരെ നേരത്തെ മാത്രമേ നമ്മൾ വലുത് ഓപ്പൺ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വലിയ സ്ക്രീൻ ആയതുകൊണ്ട് കുറേ ബാറ്ററി തീരുമെന്നുള്ള പേടി വേണ്ട. ഈ ഫോൺ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ. ഒരു ദിവസം സുഖമായിട്ട് ബാറ്ററി ലൈഫ് തരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. വയർലെസ് പവർ ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. പവർ ഷെയറിംഗിനൊന്നും ആവശ്യമില്ല. അതിനുള്ള ബാറ്ററി സെറ്റപ്പ് ഒന്നുമില്ല. ബട്ട് ഉള്ള ഫീച്ചറുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഡീസൻ്റ് ആയ ബാറ്ററി ലൈഫ്, ഒരു ദിവസത്തേക്ക് സുഖമായിട്ട് കിട്ടാവുന്ന ഒരു ബാറ്ററി ലൈഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെതായ എല്ലാ ഫീച്ചറും ഓൾറെഡി നമുക്കറിയാം. One UI 8 ആണ്. സാംസങ് നോക്ക് സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ, സെക്യൂർ ഫോൾഡർ പോലുള്ള കാര്യങ്ങൾ, സാംസങ് വാലറ്റ് പോലുള്ള കാര്യങ്ങൾ, NFC നമുക്ക് ടാപ്പ് ആൻഡ് പേ പേയ്മെൻറ്റുകൾ നടത്താം. ആ വക എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. സോ ഫീച്ചർ റിച്ച് ആണ് ഈ ഫോൺ എന്നുള്ളതിൽ തർക്കമില്ല. Wi-Fi 7, Bluetooth 5.4, ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ആകെ ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നന്നായിരുന്നില്ല. ഒരു കാര്യം തോന്നിയത്, നമ്മൾ ഈ സാധനം മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വോബ്ലിംഗ് ഉണ്ട്. കിടന്നിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ആ ക്യാമറ മോഡ്യൂൾ ഒരു സൈഡിലല്ലേ. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാമല്ലോ. പക്ഷേ എന്നാലും അതെനിക്കൊരു ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് ഈ ഫോണിൽ ആകപ്പാടെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുള്ളൂ. ഞാൻ പിന്നെ ഫോൺ ഇങ്ങനെ അഗ്രസീവായിട്ട് അങ്ങോട്ട് കുറ്റം പറയാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സാധാരണ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ കണ്ട കാര്യങ്ങൾ, ഒരു സാധാരണ യൂസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ട നല്ല കാര്യങ്ങൾ, എനിക്ക് ബുദ്ധിമുട്ടായിട്ട് വന്ന ഒരു കാര്യമാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത്. ഫോൾഡ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് നന്നായിരിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം. ഉപയോഗിച്ച് നോക്കിയതിൽ ഞാൻ ഹാപ്പിയാണ്. സോ മൊത്തത്തിൽ നിങ്ങൾ ഒരു ഫോണിൽ നിന്ന്, അപ്പോൾ അത് ഐഫോണിൽ നിന്നല്ല, നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിക്കുന്നെങ്കിലും അതിൽ നിന്ന് ഫോൾഡ് 7 പോലൊരു ഫോണിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു ഫീലായിരിക്കും. വേറെ ഏതൊരു ഫോണിലേക്ക് മാറിയാലും അത് കിട്ടാൻ പോകുന്നില്ല. ഫോൾഡ് 7ൻ്റെ ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. അത് നൈസാണ്. നിങ്ങൾക്ക് ഊഹിക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ AI ഫീച്ചേഴ്സ്, ചെറിയ AI ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോഴും, ഇറേസർ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അതെല്ലാം നമ്മൾ ചെറിയ സ്ക്രീനിലിട്ടല്ല ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമുമ്പോൾ വലിയ സ്ക്രീനിലിട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്. സോ തീർച്ചയായിട്ടും ഏത് ഫോണിൽ നിന്നാലും മാറുമ്പോൾ ഒരു നല്ല അനുഭവം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഉണ്ടായി. ഓൾറെഡി ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം കമൻറ്റിൽ കാണും. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് താല്പര്യമായെങ്കിൽ ഇടയ്ക്ക് ഉപയോഗിക്കുക. സോ അത്രയുമാണ് ഫോൾഡ് 7 ഒരു മാസത്തിന് ശേഷം ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.